നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജാതി വ്യവസ്ഥയെക്കുറിച്ച് നടത്തിയ ചില വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും വിമർശനങ്ങളുമൊക്കെയാണ് ഒന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് 1936 ലാഹോറിലെ ജാത് പത് തോഡക് മണ്ഡലി എന്നൊരു സംഘടനയുണ്ടായിരുന്നു, ഒരു ജാതി വിരുദ്ധ സംഘടന. അവരുടെ വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രസംഗം തയ്യാറാക്കിയിരുന്നു. ഒരു രസമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ആ സമ്മേളനം നടന്നില്ല. ചില പ്രശ്നങ്ങൾ കാരണം അത് റദ്ദാക്കി. അപ്പൊ ഈ പ്രസംഗം അവിടെ അവതരിപ്പിക്കാനും പറ്റിയില്ല. പക്ഷേ പിന്നീട് അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിച്ചു. അത് ഇന്ത്യൻ സാമൂഹിക ചിന്തയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയൊരു ടെക്സ്റ്റാണ്. അപ്പം നമ്മുടെ ഭരണഘടനാ ശില്പി, സാമൂഹിക പരിഷ്കർത്താവൊക്കെയായ ഡോക്ടർ അംബേദ്കർ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ശരി, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? അതെ. ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സാധാരണ കേൾക്കുന്നൊരു ന്യായീകരണമുണ്ട്, പണ്ട് മുതലേ ഉള്ളതാണ്. ഇത് സമൂഹത്തിലെ ഒരു തൊഴിൽ വിഭജനമാണെന്ന്, ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ഓരോരുത്തർക്കും ഓരോ ജോലി കിട്ടുന്നു, അങ്ങനെ സമൂഹം സുഗമമായി മുന്നോട്ടു പോകുന്നു. ഇതിലെന്താ ഇത്ര കുഴപ്പം എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അംബേദ്കർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അപ്പം നമുക്ക് അവിടെ തുടങ്ങാം. ശരിയാണ്. അംബേദ്കർ കൃത്യമായിട്ട് ഈയൊരു ന്യായീകരണത്തെയാണ് ആദ്യം തന്നെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ജാതി വ്യവസ്ഥ എന്നത് തൊഴിൽ വിഭജനമല്ല, മറിച്ച് തൊഴിലാളികളുടെ വിഭജനമാണ്, ഡിവിഷൻ ഓഫ് ലേബറേഴ്സ്. ഓക്കെ. ഇത് കേൾക്കുമ്പോൾ ഒരു വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് തോന്നാം. പക്ഷേ അംബേദ്കർ പറയുന്നത് ഇത് രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് എന്നാണ്. എന്താണത് ആ വ്യത്യാസം? തൊഴിൽ വിഭജനം, തൊഴിലാളികളുടെ വിഭജനം, എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, തൊഴിൽ വിഭജനം എന്നു പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ സ്വാഭാവികമായുണ്ടാവുന്ന ഒന്നാവാം. ഓരോരുത്തരുടെയും കഴിവ്, അഭിരുചി, കിട്ടുന്ന പരിശീലനം, താൽപ്പര്യം ഇതൊക്കെ അനുസരിച്ച് പലരും പല ജോലികളിൽ ഏർപ്പെടാം. അത് ഒരു പരിധിവരെ നല്ലതാണ്, ആവശ്യവുമാണ്. എന്നാൽ ജാതി വ്യവസ്ഥ ചെയ്യുന്നത് അതല്ല. അതാദ്യം മനുഷ്യരെ എടുക്കുന്നു, എന്നിട്ട് അവരുടെ ജനനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പല തട്ടുകളായി തിരിക്കുന്നു. ഒരു ഹയറാർക്കി, ഒരു ശ്രേണി പോലെ. മുകളിൽ കുറച്ചുപേർ, താഴെ കുറച്ചുപേർ, അങ്ങനെ. ശരി. എന്നിട്ട് ആ ഓരോ തട്ടിലുള്ളവരും ഇന്ന ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് മുൻകൂട്ടിയങ്ങ് തീരുമാനിക്കുകയാണ്. ഇത് തികച്ചും നീ എസ്റ്റേറ്റ്സ് തന്നെ, അൺനാച്ചുറലാണ്, കൃത്രിമമാണ്. അതെ അതെ. ഏറ്റവും പ്രധാനം, ഇത് വ്യക്തികളുടെ കഴിവിനെയോ അവരുടെ താൽപ്പര്യത്തെയോ അവർക്ക് കിട്ടിയ പരിശീലനത്തെയോ ഒന്നും ആശ്രയിച്ചല്ല നടക്കുന്നത്. ഇതൊരു മാറ്റാൻ പറ്റാത്ത ഒന്നായിട്ടാണ് ഈ വ്യവസ്ഥ നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത്, ഇത് വെറും ജോലിയെ തരംതിരിക്കലല്ല, മറിച്ച് മനുഷ്യരെ, തൊഴിലാളികളെ തന്നെ പല പല അടഞ്ഞ അറകളിൽ, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് എന്നേക്കുമായി പൂട്ടിയിടുന്നൊരു രീതിയാണെന്ന്. ഓക്കെ. അപ്പോ സംഭവം വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ അല്ല. മനുഷ്യരെ ജനനം വെച്ച് തരംതിരിക്കുന്നു, പിന്നെ അവർക്കൊരു തൊഴിൽ ഫിക്സ് ചെയ്യുന്നു, അതിൽ നിന്നും മാറാനും പറ്റില്ല. ഇത് വ്യക്തികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സ്വാഭാവികമായും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രശ്നം എവിടെ വരുന്നില്ലേ? തീർച്ചയായും. അതാണ് അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ തൊഴിലാളികളുടെ വിഭജനമെന്നു പറയുന്നത് വ്യക്തിയുടെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ ചോയ്സ്, അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നു. ഒരാൾക്ക് എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഒരവകാശവും ജാതി വ്യവസ്ഥയിലില്ല. നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങളുടെ അഭിരുചി എന്താണ്, നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിനൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങൾ ഏത് ജാതിയിലാണോ ജനിച്ചത്, ആ ഒരൊറ്റ കാരണം മതി നിങ്ങളുടെ തൊഴിലേതാണെന്ന് തീരുമാനിക്കാൻ. ശരിയാണ്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതൊരു വ്യക്തിയുടെ വളർച്ചയെ എത്രത്തോളം പരിമിതപ്പെടുത്തുമെന്ന്. ഒരുപക്ഷെ ഒരാൾക്കൊരു പ്രത്യേക ജോലിയിൽ വലിയ കഴിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യാനായിരിക്കും വലിയ ആഗ്രഹം. പക്ഷെ ജാതി അത് സമ്മതിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ കഴിവ് ഉപയോഗിക്കാനോ ഇഷ്ടമുള്ള ജോലി ചെയ്ത് ഒരു സംതൃപ്തി നേടാനോ സാധിക്കാതെ വരും. ഇവിടെ തൊഴിലിനെ നിർണയിക്കുന്നത് പാരമ്പര്യം മാത്രമാണ്, അല്ലാതെ വ്യക്തിയുടെ യോഗ്യതയോ കഴിവിനെയോ പരിശീലനത്തെയോ അല്ല പരിഗണിക്കുന്നത്. അംബേദ്കർ ഇതിനൊരു തരം അന്ധമായ വിശ്വാസം, ഡോഗ്മ പോലെയാണ് കാണുന്നത്. വ്യക്തിയുടെ എല്ലാ സാധ്യതകളെയും അത് തുടക്കത്തിലെ നുള്ളിക്കളയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു
എന്താ പറയാ, ഒരു ഭീകരത മനസ്സിലാവുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത, ഒരുപക്ഷെ തനിക്കൊരു കഴിവുമില്ലാത്ത ഒരു ജോലി അത് ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടി വരിക എന്നത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇത് സാമൂഹികമായ ഒരു പ്രശ്നം മാത്രമല്ല. അംബേദ്കർ പറയുന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുമെന്നാണ്. അതെങ്ങനെയാണ്? അതെ, അംബേദ്കർ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രധാനമായും 2 പ്രശ്നങ്ങളാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത്. ഒന്നാമത്തേത് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. തൊഴിലില്ലായ്മയോ? അതെങ്ങനെ? ജാതി വ്യവസ്ഥ പ്രകാരം എല്ലാവർക്കും ഓരോ തൊഴിലുണ്ടാവുകയല്ലേ വേണ്ടത്? പിന്നെ എങ്ങനെയാണ് തൊഴിലില്ലായ്മ വരുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം, എല്ലാവർക്കും ഓരോ ജോലി അലോട്ട് ചെയ്തിട്ടുണ്ടല്ലോന്ന്. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ശരിയാണ്. സാങ്കേതികവിദ്യ മാറും, പുതിയ ഇൻഡസ്ട്രികൾ വരും, ചിലപ്പോൾ പഴയവ തകലും. ഉദാഹരണത്തിന് ഒരു പ്രത്യേക പരമ്പരാഗത തൊഴിൽ അതങ്ങ് കാലഹരണപ്പെട്ടുവെന്ന് വയ്ക്കുക. ആ തൊഴിലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജാതിയിലുള്ള ആളുകൾക്ക് അവർക്ക് ഒരുപക്ഷെ മറ്റു ജോലികൾ ചെയ്യാനുള്ള കഴിവും താൽപ്പര്യവുമൊക്കെ ഉണ്ടാവാം. പക്ഷെ ജാതി വ്യവസ്ഥ അവരെ പുതിയൊരു തൊഴിലിലേക്ക് മാറാൻ അനുവദിക്കുന്നില്ല. ഓ, ശരി ശരി. അവരാ പഴയ തൊഴിൽ തന്നെ തുടരണം എന്നാണ് വ്യവസ്ഥ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പഴയ തൊഴിൽ ഇല്ലാതാവുന്നതോടെ ആ വിഭാഗം ആളുകൾ ഒന്നടങ്കം തൊഴിൽ രഹിതരായി മാറും. അവർക്ക് ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. കാരണം പുതിയൊരു തൊഴിൽ സ്വീകരിക്കാൻ അവർക്ക് അനുവാദമില്ല. സാമൂഹികമായ വിലക്കുണ്ട്. ഇത് വലിയ തോതിലുള്ള ഘടനാപരമായ തൊഴിലില്ലായ്മയ്ക്ക് കാരണമാവുന്നു എന്നാണ് അംബേദ്കർ പറയുന്നത്. സമൂഹം മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാതെ സാമ്പത്തികമായിട്ട് മുരടിച്ചു പോകും. ഒരുതരം ചലനമറ്റ സ്റ്റാറ്റിക് അവസ്ഥയിലേക്കെത്തും. ശരിയാണ്. കാലത്തിനനുസരിച്ച് മാറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു സമൂഹം സാമ്പത്തികമായി മുന്നോട്ടു പോവുക? യുക്തിസഹമാണ്. അപ്പോ രണ്ടാമത്തെ സാമ്പത്തിക പ്രശ്നം കാര്യക്ഷമതയില്ലായ്മ ആണെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ്? അത് നമ്മൾ നേരത്തെ സംസാരിച്ച ആ വ്യക്തിഗത താൽപ്പര്യമില്ലായ്മയുമായിട്ട് നേരെ ബന്ധമുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരാൾക്ക് ഒട്ടും താൽപ്പര്യമില്ലാത്ത, ഒരുപക്ഷെ വെറുപ്പോടെ മാത്രം കാണുന്ന ഒരു ജോലി ജീവിതകാലം മുഴുവൻ ചെയ്യാൻ നിർബന്ധിതനായാൽ അയാൾ ആ ജോലിയിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കും? എത്രത്തോളം ശ്രദ്ധയോടെ, കാര്യക്ഷമതയോടെ ചെയ്യും? വളരെ കുറവായിരിക്കും. അതെ, അംബേദ്കർ തന്നെ ആ വാചകം ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഹൃദയവും മനസ്സും ആ ജോലിയിലായിരിക്കില്ല എന്ന്. ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ആർ നോട്ട് ഇൻ ദെയർ വർക്ക്. ശ്രദ്ധയില്ലാതെ, ഒരു താൽപ്പര്യവുമില്ലാതെ, ഒരുപക്ഷെ വെറുപ്പോടെ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു ഫലം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ചില പ്രത്യേക ജാതികളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾക്ക് സമൂഹം ഒരു കളങ്കം, സ്റ്റിഗ്മ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ശരിയാണ്. അതായത് ആ ജോലികൾ മോശപ്പെട്ടതാണ്, അത് ചെയ്യുന്നവർ താഴ്ന്നവരാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത. അപ്പോൾ അങ്ങനെയുള്ളൊരു ജോലി ചെയ്യാൻ നിർബന്ധിതനാവുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ആ ജോലിയുടെ ഒരുതരം അപകർഷതാബോധവും വെറുപ്പും, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ആ ജോലിയിൽ പുതിയ കാര്യങ്ങൾ പഠിച്ച് അതിനെ മെച്ചപ്പെടുത്താനോ വല്ല താൽപ്പര്യമുണ്ടാവുമോ? സാധ്യതയില്ല. ഇത് സ്വാഭാവികമായും ഉൽപ്പാദനക്ഷമത, പ്രൊഡക്ടിവിറ്റിയെ സാരമായി ബാധിക്കും. മൊത്തത്തിലുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഇത് പിന്നോട്ട് വലിക്കും. അപ്പോ ഈ നിർബന്ധിത തൊഴിൽ, അതിൽ താൽപ്പര്യമില്ലായ്മ, പോരാത്തതിന് ഈ സമൂഹം കൊടുക്കുന്ന കളങ്കം അല്ലെങ്കിൽ സ്റ്റിഗ്മ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുമല്ലോ, മാനസികമായിട്ടും സാമൂഹികമായിട്ടും. അംബേദ്കർ ആ ബ്ലൈറ്റിംഗ്, അതായത് നശിപ്പിക്കുന്നു എന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഈ വ്യക്തികളെ ബാധിക്കുന്നത്? അതെ, ആ ബ്ലൈറ്റിംഗ് എന്ന പ്രയോഗം വളരെ ശക്തമാണ്. അത് വെറും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. അത് ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെ, സെൽഫ് റെസ്പെക്റ്റ്, ജീവിതത്തിലുള്ള സംതൃപ്തിയെ, സാറ്റിസ്ഫാക്ഷൻ, മുന്നോട്ടുള്ള അയാളുടെ പ്രതീക്ഷകളെയൊക്കെയാണ് ഇല്ലാതാക്കുന്നത്. ശരിയാണ്. ചില തൊഴിലുകളോട് സമൂഹത്തിനുള്ള ആ അവജ്ഞ, ആ പുച്ഛം, സോഷ്യൽ ഓഡിയം, സ്റ്റിഗ്മ, അത് ആ തൊഴിൽ ചെയ്യുന്നവരെ നിരന്തരം വേട്ടയാടും. അവർക്ക് സമൂഹത്തിലൊരു മാന്യമായ സ്ഥാനം കിട്ടില്ല. അവർ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ അവർ എപ്പോഴും ഒരുതരം അപമാനം നേരിടേണ്ടി വരും. ഇത് അവരിൽ വല്ലാത്തൊരു മാനസിക സംഘർഷമുണ്ടാക്കും. താൻ ചെയ്യുന്ന തൊഴിലിനോട് വെറുപ്പ്, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളൊരു ചിന്ത, ഇതവരുടെ വ്യക്തിപരമായ സന്തോഷത്തെയും സമാധാനത്തെയും ഒക്കെ ഇല്ലാതാക്കും. ഇവിടെയാണ് അംബേദ്കർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ഈ വ്യവസ്ഥ സ്വാഭാവികമായി ഉണ്ടായതോ, സ്പോണ്ടേനിയസ്, വ്യക്തിയുടെ അഭിരുചി അനുസരിച്ച് രൂപപ്പെട്ടതോ അല്ല. ഇത് പുറത്തുനിന്ന് കൃത്രിമമായി അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ്.
ഉം. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ വ്യക്തിക്കും സമൂഹത്തിനും ഒരുപോലെ അധിഹാനികരമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മനുഷ്യന്റെ സർഗാത്മകതയെ കൊല്ലുന്നു, അവന്റെ സംരംഭകത്വശേഷിയെ ഇല്ലാതാക്കുന്നു, സന്തോഷത്തോടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവന്റെ അവകാശത്തെ നിഷേധിക്കുന്നു. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അംബേദ്കറുടെ വിശകലനം വളരെ വ്യക്തമാണ്. ജാതിവ്യവസ്ഥ എന്നത് വെറുമൊരു തൊഴിൽ വിഭജനം എന്ന ലളിതമായ ഒന്നല്ല. അത് മനുഷ്യരെ തന്നെ വിഭജിച്ച് അവരുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തി അവരെ മാറ്റമില്ലാത്ത തൊഴിലുകളിൽ തളച്ചിടുന്ന ഒന്നാണ്. അതെ, ഇത് വ്യക്തിയുടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു, അത് തൊഴിലില്ലായ്മ പോലെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു, കാര്യക്ഷമത കുറയ്ക്കുന്നു, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അത് സാമൂഹികമായൊരു കളങ്കം സൃഷ്ടിക്കുന്നു, വ്യക്തികളിൽ വലിയ മാനസിക ആഘാതമേൽപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജാതിവ്യവസ്ഥയുടെ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ എത്ര ഭീകരമാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലേ? ശ്രോതാവേ, നിങ്ങൾക്ക് ഈ വിശകലനങ്ങൾ എങ്ങനെ തോന്നുന്നു? അതെ, അംബേദ്കറുടെ വിശകലനത്തിന്റെ ഒരു ശക്തി അതാണ്. അദ്ദേഹം ജാതിയെ കേവലം ഒരു സാമൂഹ്യ പ്രശ്നമായോ അല്ലെങ്കിൽ ഒരു മതപരമായ വിഷയമായോ മാത്രം ഒതുക്കുന്നില്ല. മറിച്ച് അതെങ്ങനെ വ്യക്തിയുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ, അയാളുടെ സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് ഇവയൊക്കെ എങ്ങനെ ഹനിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് അതെങ്ങനെ ഒരു തടസ്സമായി മാറുന്നു എന്നും വളരെ കൃത്യമായിട്ട് അദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവിനെയും അവന്റെ സാധ്യതകളെയും പൂർണ്ണമായും ഉപയോഗിക്കാൻ അനുവദിക്കാത്ത ഏതൊരു സിസ്റ്റവും അത് വ്യക്തിയെയും രാഷ്ട്രത്തെയും ഒരുപോലെ ദുർബലപ്പെടുത്തും. ജാതിവ്യവസ്ഥ കൃത്യമായും അത്തരത്തിലുള്ള ഒന്നാണെന്നാണ് അംബേദ്കർ സമർത്ഥിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് ഈ ചർച്ചയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ ജാതിവ്യവസ്ഥ എന്നത് വ്യക്തികളെ സാമൂഹികമായും മാനസികമായും സാമ്പത്തികമായും തകർക്കുന്ന, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് തന്നെ തടസ്സമാകുന്ന, വളരെ ആഴത്തിൽ വേരോടിയിട്ടുള്ള അതീവ ഹാനികരമായ ഒരു സംവിധാനമാണ് എന്നതാണ്. അത് തൊഴിൽ വിഭജനമെന്ന ഒരു ലളിതമായ ന്യായീകരണത്തിനപ്പുറം വളരെ സങ്കീർണവും ദോഷകരവുമായ പ്രത്യാഘാതങ്ങളുള്ള ഒന്നാണ്. ശരി, അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി തരാമെന്ന് തോന്നുന്നു. അംബേദ്കറുടെ ഈ വിശകലനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജനനത്തേക്കാൾ അയാളുടെ കഴിവിനും താൽപ്പര്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം സാമൂഹികമായും സാമ്പത്തികമായും എത്രത്തോളം വേഗത്തിൽ പുരോഗതി നേടാൻ സാധ്യതയുണ്ട്? ഇതൊന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ ചിന്തകൾക്ക് വിടുന്നു. അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം.